ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, കേരളത്തിൽ ചാവേർ ബോംബാക്രമണത്തിൽ പദ്ധതിയിട്ട കേസിലെ പ്രതി റിയാസ് അബൂബക്കറിന്റെ ശിക്ഷ ഹൈക്കോടതി ഇളവ് ചെയ്തു. കൊച്ചി NIA കോടതി നൽകിയ 10 വർഷത്തെ ശിക്ഷ 8 കൊല്ലമായിട്ടാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കുറച്ചത്. 2018 മെയ് 15 കേസിൽ അറസ്റ്റിലായ പാലക്കാട് കൊല്ലങ്കോട് സ്വദേശി റിയാസ് 6 വർഷത്തിലേറെയായി നിലവിൽ ജയിലിൽ തന്നെയാണ്. വിചാരണ കോടതിയുടെ ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസുമാരായ രാജ വിജയരാഘവൻ, ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ ഇവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് വിധി പറഞ്ഞത്. ഇതോടെ ഇനിയും 2 വർഷം കൂടി ശിക്ഷ അനുഭവിച്ചാൽ പ്രതിക്ക് പുറത്തിറങ്ങാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഭീകര സംഘടനയായ IS ഘടകം കേരളത്തിലും ആരംഭിച്ച് അതുവഴി ബോംബ് സ്ഫോടനം ആസൂത്രണം ചെയ്തു എന്നാണ് കേസ്. 253 പേര് മരിച്ച ശ്രീലങ്കയിൽ നടന്ന സ്ഫോടന പരമ്പരയിൽ നിന്നും ആവേശം ഉൾക്കൊണ്ട് കേരളത്തിലും സ്ഫോടനങ്ങൾ ആസൂത്രണം ചെയ്തു എന്ന് കുറ്റപത്രത്തിൽ പറഞ്ഞിരുന്നു. ഇതിനായി യുവാക്കളെ റിക്രൂട്ട് ചെയ്യാൻ സമൂഹ മാധ്യമങ്ങൾ വഴി ശ്രമം നടത്തിയെന്നായിരുന്നു NIA കണ്ടെത്തിയത്. 2016 കാസർഗോഡ് നിന്ന് IS ചേരാൻ സിറിയയിലേക്ക് പോയി എന്ന് കരുതുന്ന 14 പേരെ കുറിച്ചിട്ടുള്ള അന്വേഷണത്തിനിടയിലാണ് റിയാസിനെ NIA അറസ്റ്റ് ചെയ്യുന്നത്. അഫ്ഗാനിസ്ഥാനിലെത്തി ഇവരുമായി റിയാസ് ബന്ധപ്പെട്ടിരുന്നു എന്നായിരുന്നു NIA ആരോപിച്ചിരുന്നത്. IS നേതാവായ അബ്ദുൾ റഷീദ് അബ്ദുള്ളയുടെ നിർദ്ദേശപ്രകാരമാണ് റിയാസ് ചാവേർ ആക്രമണത്തിന് പദ്ധതി തയ്യാറാക്കിയത് എന്നും കേന്ദ്ര ഏജൻസിയുടെ കുറ്റപത്രത്തിൽ പറഞ്ഞിരുന്നു. ശ്രീലങ്കൻ സ്ഫോടന പരമ്പര ആസൂത്രണം ചെയ്ത സഹ്റാൻ ഹാഷ്മിയുമായി ചേർന്ന് ചാവേർ ആക്രമണം നടത്താനായിരുന്നു പദ്ധതിയെന്നും കുറ്റപത്രത്തിൽ ആരോപിച്ചിരുന്നു. പ്രതി കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയ NIA കോടതി റിയാസിനെതിരെ ചുമത്തിയ UAPA അടക്കമുള്ള എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞെന്നും ചൂണ്ടിക്കാണിച്ചു. 10 വർഷം തടവ് ശിക്ഷ വിധിച്ചിരുന്നത് UAPA 38 വകുപ്പ് ഭീകര സംഘടനയിൽ അംഗത്വമെടുക്കുക എന്ന വകുപ്പ് ചുമത്തി, UAPA 39 വകുപ്പ് തീവ്രവാദ സംഘടനകൾക്ക് സഹായം ചെയ്യുക, IPC 120B വകുപ്പ് ഗൂഢാലോചന നടത്തുക എന്നിവയായിരുന്നു ചുമത്തിയിരുന്നത്. ഇയാൾക്കൊപ്പം പിടിയിലായ 2 പേരെ NIA മാപ്പ് സാക്ഷികളാക്കിയിരുന്നു. കൊല്ലം സ്വദേശി മുഹമ്മദ് ഫൈസൽ, കാസർഗോഡ് സ്വദേശി അബൂബക്കർ സിദ്ദീഖ് എന്നിവരായിരുന്നു കേസിൽ മാപ്പ് സാക്ഷികളായത്. ഒന്നുമല്ലെങ്കിലും രാജ്യസ്നേഹമുള്ള, ഈ രാജ്യത്തിൻ്റെ പൾസ് അറിയുന്ന, ഈ രാജ്യത്തിൻ്റെ പുരോഗതിയെ ലക്ഷ്യം വയ്ക്കുന്ന, ബുദ്ധിയും ചിന്താശേഷിയും സർവോപരി രാജ്യവിരുദ്ധരെ തിരിച്ചറിയാനുള്ള കഴിവും രാജ്യസ്നേഹവുമുള്ള ഹിന്ദു നേതാക്കളുടെ കയ്യിലാണ് ഈ സ്വതന്ത്ര ഭാരതത്തെ ഇന്ന് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഈ സ്വതന്ത്ര ഭാരതം ഇന്ന് ലോകത്തിലെ 5ാമത്തെ സാമ്പത്തിക ശക്തിയായി വളർന്നത്. എത്ര വർഷം ഇന്ത്യ ഭരിച്ച ആളുകൾക്കൊന്നും എന്തേ സാധിക്കാതെ പോയത്? ഇസ്ലാമിൻ്റെ മഹത്വം മതരാഷ്ട്രം മാത്രമായി പരിണമിച്ചു. ഇസ്ലാമിക രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിനു വേണ്ടി മറ്റുള്ളവരുടെ സമാധാനത്തെ നശിപ്പിക്കുകയും മറ്റുള്ള മതവിഭാഗങ്ങളോട് അങ്ങേയറ്റം വിദ്വേഷവും അന്യമത വിരോധവുമായി നിന്ദാപരമായ സമീപനം സ്വീകരിച്ചപ്പോൾ ആ രൂപത്തിൽ മതത്തിൻ്റെ പേരിൽ ഒരു രാഷ്ട്രം വേണമെന്ന് പറഞ്ഞ് ഭാഗിച്ചു പോയ ആളുകൾക്ക് ഇന്ന് എന്ത് സംഭവിച്ചു? പാകിസ്ഥാനിലും ബംഗ്ലാദേശിലുമൊക്കെ പൂണ്ട് വിളയാടുന്നത് മതമാണ്, മതമൗലികവാദികളാണ്. ന്യൂനപക്ഷങ്ങൾക്കെതിരെ എന്താണ് അവിടെയൊക്കെ നടക്കുന്നത് എന്ന് നമുക്കറിയാം. 2047 ഒരു വിഷനുണ്ട് എന്ന് പറഞ്ഞ് ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനു വേണ്ടി അവിലും മലരും കുന്തിരിക്കവും ഒക്കെ കാത്തുവച്ചോളാൻ പറഞ്ഞ ആളുകളൊക്കെ ഇന്ന് ഡയപ്പറിൽ NIA മുമ്പിൽ നിന്ന് മൂത്രമൊഴിക്കുകയാണ് തീഹാർ ജയിലിൽ. അവർക്ക് അവരുടെ ഉദ്ദേശം എന്തായിരുന്നു? ഈ സ്വതന്ത്ര ഭാരതത്തെ വീണ്ടും കീറിമുറിക്കണം. ബംഗ്ലാദേശും പാകിസ്ഥാനും ഒക്കെയായി മാറിയതുപോലെ അഫ്ഗാനിസ്ഥാനോ സിറിയയോ പലസ്തീനോ ഈ രൂപത്തിൽ ഒരു രാജ്യമാക്കി മാറ്റുക, അങ്ങനെ ഇസ്ലാമിൻ്റെ കൊടി നാട്ടുക, ലോകം മുഴുവനും അല്ലാഹു അക്ബർ എന്ന മൊഴി മാത്രം മുഴങ്ങിയാൽ മതി. ഇന്ന് ഒരു സിനിമാ തിയേറ്ററിലോ ഒരു അങ്ങാടിയിലോ ഒരു പൊതുനിരത്തിലോ അതല്ലെങ്കിൽ ഒരു കല്യാണപ്പന്തലിലോ അല്ലാഹു അക്ബർ എന്ന് മുഴങ്ങിയാൽ നിമിഷാർദ്ധ നേരത്തിനുള്ളിൽ ആ വേദി ശൂന്യമാകും. കാരണം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ ഇവിടെ ഒരു പൊട്ടിത്തെറിയോ ഒരു കൊലപാതകമോ അതല്ലെങ്കിൽ കഴുത്തറുക്കലോ നടക്കും എന്ന് ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങി. അതുതന്നെയാണ് ടർബോ എന്ന സിനിമയെ ആസ്പദമാക്കി നമ്മൾ കണ്ടതാണ്. കോഴിക്കോട് ഒരു സ്റ്റുഡിയോയിൽ ഒരു തിയേറ്ററിൽ അല്ലാഹു അക്ബർ എന്ന് മുഴങ്ങിയതേ ഉള്ളൂ. ഏതാനും നിമിഷങ്ങൾ കൊണ്ട് മനുഷ്യർ ജീവനും കൊണ്ട് നെട്ടോട്ടമോടി.
അതുപോലെ ഒരു രാജ്യമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ്. പക്ഷേ നിങ്ങളുടെ ഇത്തരം അന്യമത വിരോധങ്ങളൊന്നും ഈ രാജ്യത്ത് ഇനി നടക്കില്ല. കാരണം അതിർത്തികളിൽ കൂടെ പോലും ഒറ്റ കാക്കാമാരും, ബംഗ്ലാദേശികളാകട്ടെ, അഫ്ഗാനികളാകട്ടെ, ചൈനയിൽ നിന്നാവട്ടെ, ബാക്കികളാകട്ടെ, ആരായിരുന്നാലും ശരി, ഈ രാജ്യത്തേക്ക് അനധികൃതമായി കയറി നോക്ക് കാണിച്ചു തരാമെന്ന് അമിത്ഷാ ഇന്നലെ പ്രഖ്യാപിച്ചില്ലേ? അതെ, ഈ റാഷിദ് അബ്ദുള്ള എന്ന് പറയുന്ന കൊടും ഭീകരൻ ആദ്യം ഐസിസിൽ ചേരുന്നു. പിന്നീട് അവൻ ഈ നാട്ടിൽ നിന്നും അനേകം ആളുകളെ ഐസിസിലേക്ക് കൊണ്ടുപോയി. സിറിയായിരുന്നു അവരുടെ താവളം. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് കുറേ വോയിസ് അയക്കുകയാണ്. ആർക്ക്? ഈ കേരളത്തിലുള്ള മുസ്ലിം യുവാക്കൾക്ക്. കാരണം നിങ്ങൾക്ക് അവിടെ സേഫ് അല്ല, സ്വതന്ത്ര ഭാരതം നിങ്ങൾക്ക് സേഫ് അല്ല. അതുകൊണ്ട് അങ്ങനെ വരുമ്പോൾ പ്രവാചകൻ പഠിപ്പിച്ച രൂപത്തിൽ നമ്മൾ പലായനം ചെയ്യണം. ഇന്ന് ആ രൂപത്തിൽ ഇവൻ കൊണ്ടുപോയി തന്നെ പലായനം ചെയ്യിപ്പിച്ച ആളുകളൊക്കെ ഇന്നെവിടെ? ഒരു പക്ഷേ ഇപ്പോൾ വിമത സംഘടന സിറിയ പിടിച്ചെടുത്തപ്പോൾ ലവളുമാരും ലവന്മാരും ഒക്കെ രക്ഷപ്പെട്ടോ എന്നറിയില്ല. ഏത് തുരുത്തിലാണ് ലൈംഗിക അടിമകളായി ജീവിക്കുന്നത് എന്നറിയില്ല. കഴപ്പെടുത്തോടിയതാ. ഈ രാജ്യത്ത് ക്ഷേത്രമുണ്ട്, അമ്പലമുണ്ട്, ചർച്ചുകളുണ്ട്, അമുസ്ലിങ്ങളുണ്ട്. അതുകൊണ്ട് ഇവിടെ നമുക്ക് പറ്റില്ല. നമുക്ക് ഇസ്ലാമിക രാജ്യത്ത് ജീവിക്കണം, ഇസ്ലാമിക് സ്റ്റേറ്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടി നമ്മളെ കൊണ്ട് സാധിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന ആശയപ്രകാരം ഈ റാഷിദ് അബ്ദുള്ളയെ പോലെയുള്ള ആളുകളുടെ വാക്കുകൾ വിശ്വസിച്ച് ചാടിക്കേറി പോയ അവളുമാരാണ് നിമിഷ ഫാത്തിമയും, സോണിയ സെബാസ്റ്റ്യനും, മെറിൻ ജേക്കബും, അങ്ങനെ ഒരുപാട് ലവളുമാര്. ദി കേരള സ്റ്റോറി നമുക്ക് പറഞ്ഞു തന്നത് എന്താ? റിയൽ കേരളത്തിന്റെ സ്റ്റോറിയായിരുന്നു. അതുകൊണ്ടാണ് അതിന് അത്രയേറെ എതിർപ്പുകൾ വന്നതും. റാഷിദ് അബ്ദുള്ള ഈ സ്വതന്ത്ര ഭാരതം കുഫാറുകളുടെ രാജ്യമാണെന്നും, ഈ കുഫാറുകൾ എന്ന് പറഞ്ഞാൽ അമുസ്ലിങ്ങൾ, അവർക്കൊപ്പം മുസ്ലിങ്ങൾ ജീവിക്കുന്നത് ബുദ്ധിമുട്ടാണെന്നും ഒന്നുകിൽ നമ്മൾ പലായനം ചെയ്യണം, അതല്ലെങ്കിൽ അവരെ തീർക്കേണ്ടത് എങ്ങനെയാണ് എന്ന് അക്കമിട്ട് തന്നെ ആള് നിരത്തുന്നുണ്ട്. ആളുടെ വോയിസ് ഉണ്ട്. കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനിൻ്റെ എതിരാകുമെന്നുള്ളത് കൊണ്ടാണ് എനിക്ക് ആ വോയിസ് ഇടാൻ പറ്റാത്തത്. അപ്പോൾ ആള് കുറേ മാർഗനിർദ്ദേശങ്ങൾ വെക്കുന്നുണ്ട്. കുംഭകോണം, പൊങ്കാല, ക്രിസ്ത്യാനികളുടെ ചില ആഘോഷങ്ങൾ, ആ സന്ദർഭത്തിലൊക്കെ ഇരുമ്പ് നിക്കറിട്ടിട്ട് അങ്ങോട്ടേക്ക് കയറി ചെല്ലാനൊരു ഉപദേശം. പിന്നെ ട്രെയിനാണ് നമ്മൾ നിരന്തരം കാണുന്നുണ്ടല്ലോ, ട്രെയിനിനെ റെയിൽപാളം തെറ്റിക്കുന്നതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട്. പിന്നെ അതല്ലെങ്കിൽ കുറച്ച് ഓർഗൻസിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്, ഇൻസ്ട്രുമെൻറ്റ്സ് എന്തൊക്കെ ഉപയോഗിക്കണമെന്ന്. ഒന്നുമില്ലെങ്കിൽ വീട്ടിൽ നമ്മൾ പച്ചക്കറി മീനൊക്കെ അരിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അങ്ങനെയെങ്കിലും കുഫാറുകളെ ഇല്ലാതാക്കുക, സത്യനിഷേധികളെ, ആ മുസ്ലിങ്ങളെ ഇല്ലാതാക്കുക, ആ മുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങളെ ലക്ഷ്യം വെക്കണം തുടങ്ങിയ ഒട്ടനവധി ഉപദേശങ്ങളാണ് ആൾ പറയുന്നത്. എന്നിട്ട് ആൾ ചോദിക്കുന്നത്, നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ലേ? നിങ്ങൾ കോളേജിലൊക്കെ പോയി പഠിക്കുന്നവരല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ മാർഗമാണ് ആ മുസ്ലിങ്ങളെ ഇല്ലാതാക്കാൻ ഉപയോഗിക്കേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ എന്നാണ് റാഷിദ് അബ്ദുള്ള ചോദിക്കുന്നത്. എന്നിട്ട് ആൾ പറയുന്നുണ്ട്, നിങ്ങൾ മുജാഹിദുകളൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ നിങ്ങളങ്ങ് ചെയ്താൽ മതി. നിങ്ങൾ വിചാരിക്കുന്നത് ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ പിടിക്കപ്പെടുമെന്നാണ്. പക്ഷെ നിങ്ങൾ പിടിക്കപ്പെടില്ല. എന്ന് മാത്രമല്ല, അള്ളാഹുവിന് വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ ഉപദേശപ്രകാരം ചെയ്യുന്നത് കൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഒരു പരിരക്ഷയും സംരക്ഷണ കവചവും നമ്മളിൽ ഉണ്ടാകും. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ പിടിക്കപ്പെടില്ല. കാരണം നമുക്കിഷ്ടം ഇസ്ലാമിക ഭരണമുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങളിലേക്ക് പോയി ജീവിക്കാനാണ്. ഐസിസ് പോലെയുള്ള അള്ളാഹുവിൻ്റെ ഭരണം, അള്ളാഹുവിൻ്റെ നിയമം അങ്ങനെ തന്നെ പ്രാവർത്തികമാക്കുന്നിടത്ത് പോയി ജീവിക്കാനാണ് ഇഷ്ടം. പക്ഷേ ഇന്ത്യയിലെ ഭരണ സംവിധാനങ്ങൾ, ഇന്ത്യയിലെ നിയമ സംവിധാനങ്ങളൊന്നും നമ്മളെ അതിന് അനുവദിക്കാത്തത് കൊണ്ട് തൽക്കാലം നമ്മൾ ഈ രൂപത്തിൽ നമ്മളെ സൃഷ്ടിച്ച പടച്ചവൻ്റെ ആ ഒരു താല്പര്യത്തിന് വേണ്ടിയെങ്കിലും ഇങ്ങനെ ചെയ്യണമെന്നാണ് റാഷിദ് അബ്ദുള്ളയുടെ ഉപദേശം. നിങ്ങൾ ജിഹാദ് ചെയ്യുക, അവിടെ നിങ്ങൾക്ക് ഹിജ്റ ചെയ്യാൻ ഇവർ എങ്ങനെയുണ്ട്? നിങ്ങളെ ഹിജ്റ ചെയ്യാൻ ഇവർ സമ്മതിക്കുന്നില്ല. അതായത് പാകിസ്ഥാനിലേക്കോ അഫ്ഗാനിലേക്കോ പലായനം ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഈ സ്വതന്ത്ര ഭാരതത്തിൽ അങ്ങനെ ഒരു റൂളില്ല. അപ്പോൾ പിന്നെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണം. ഇത്തരം പ്രഭാഷണങ്ങൾ കേൾക്കുന്ന ഇസ്ലാം തലയ്ക്ക് പിടിച്ച മതഭ്രാന്തന്മാരായിട്ടുള്ള യുവതി യുവാക്കൾ ചാടിപ്പുറപ്പെട്ടു. ഇന്നിപ്പോൾ ജയിലുകളിൽ നിന്നും ജയിലുകളിലേക്ക് പലായനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക. നന്ദി.